നമസ്കാരം. ശ്രീരാഗം ആസ്ട്രോളജിയിലേക്ക് ഏവർക്കും സ്വാഗതം. അശ്വതി, ഭരണി, കാർത്തിക മേടം രാശി, മകയിരം, തിരുവാതിര, പുണർദം മിഥുനം രാശി, മകം, പൂരം, ഉത്രം ചിങ്ങം രാശി, മൂലം, പൂരാടം, ഉത്രാടം ധനുരാശി, പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി മീനം രാശി. നിങ്ങളുടെയോ വീട്ടുകാരുടെയോ നക്ഷത്രം ഇതിലുണ്ടോ എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. തീർച്ചയായും ഇതൊന്ന് കാണുക. വിഷു കഴിഞ്ഞു. നമ്മുടെ ജീവിതത്തിൽ രാജയോഗ തുല്യമായ ചില മാറ്റങ്ങൾ വരാൻ പോകുന്നു. ഇനി നമുക്കൊന്ന് ചിന്തനം മാറ്റാം. അതായത് പലരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അത് നിങ്ങളും മനസ്സിൽ ചോദിക്കുന്നുണ്ടാകും എന്നോടിത്. ഇതൊക്കെ എല്ലാവർക്കും ശരിയാകുമോ എന്നത്. എന്റെ ജീവിതത്തിൽ ഒന്നും നടക്കുന്നില്ലല്ലോ എന്ന്. ഇതൊക്കെയും നിങ്ങളുടെ മനസ്സിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം. ജ്യോതിഷം എന്നത് ആകാശത്തിലെ ഗ്രഹങ്ങളുടെ സഞ്ചാരമാണ്. ചന്ദ്രൻ, വ്യാഴം, ശനി ഇവരെല്ലാം നിരന്തരം ഇങ്ങനെ ഗ്രഹങ്ങൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞാലും ഇത് പറഞ്ഞില്ലെങ്കിലും ഗ്രഹമാറ്റങ്ങൾ സംഭവിക്കുക തന്നെ ചെയ്യും. അതിന്റെ ഫലങ്ങളും ഉണ്ടാകുന്നതാണ്. കേസരി യോഗം എന്നാൽ എന്താണ്? ചന്ദ്രന്റെ കേന്ദ്രസ്ഥാനത്ത് വ്യാഴം വരുമ്പോൾ ഉണ്ടാകുന്ന അതിശക്തമായ ഒരു യോഗം. അതാണ് കേസരി യോഗം. അതായത് സിംഹത്തെ പോലെ ധൈര്യം വരും, നേതൃത്വ പാടവം തരുന്നതായ ഒരു യോഗമാണിത്. പക്ഷെ ഒരു സത്യം പറയട്ടെ, ഒരു 100 പേരുടെ ജാതകം എടുക്കുകയാണെങ്കിൽ, നമ്മളൊരു 100 പേരുടെ ജാതകം നോക്കുന്നത്, അതിലൊരു 25 പേർക്കായിരിക്കും ചിലപ്പോൾ ഇതിന്റെ ഒരു മാറ്റം പൂർണ്ണമായ ഫലം നൽകുന്നത്. ബാക്കിയുള്ളവർക്ക് 50% വരും, അല്ലെങ്കിൽ 70% അങ്ങനെയൊക്കെ കിട്ടും. ചിലർക്കാകട്ടെ വൈകിയായിരിക്കും ഈ പറയുന്ന ഫലങ്ങൾ കിട്ടുന്നത്. അതിന് കാരണമുണ്ട്. കാരണം പറയാം. നമ്മുടെ പൂർവജന്മ കർമ്മം, അല്ലെങ്കിൽ ദശാപഹാരങ്ങൾ, അതല്ലെങ്കിൽ വ്യക്തിപരമായ ഗ്രഹനില ഇതെല്ലാമാണ് ഇതിനൊക്കെ കാരണമായിട്ട് വരുന്നത്. അതുകൊണ്ട് എനിക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞ് ഇതിനെ വിശ്വസിക്കാതിരിക്കുകയോ തള്ളിക്കളയുകയോ അല്ല വേണ്ടത്. ഇത് ദൈവീകമായ കാര്യമാണ്. അപ്പോൾ ഇത് മനസ്സറിഞ്ഞ് കേൾക്കാനായിട്ട് ശ്രമിക്കുക. വഴിപാട്, പ്രാർത്ഥനകൾ, നല്ല സമയം ഇതൊക്കെ ആകുമ്പോൾ ഫലം ഇരട്ടിയായിട്ട് തന്നെ നിങ്ങളിലേക്ക് വന്നു ചേരും. അപ്പോൾ ഈ യോഗകാലത്ത് പൊതുവെ സംഭവിക്കുന്ന പ്രധാനപ്പെട്ട മാറ്റങ്ങൾ എന്താണ്, അതിന് നമ്മൾ എന്തെങ്കിലും ചെയ്യേണ്ടതായിട്ടുണ്ടോ എന്നതൊക്കെയാണ് നമുക്ക് ഇന്നത്തെ അധ്യായത്തിലൂടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു കാലയളവിൽ കേസരി യോഗം അനുഭവിക്കാൻ, ആ നേട്ടങ്ങൾ അനുഭവിക്കാൻ യോഗം വരുന്ന ഒരു സമയത്ത് വിവാഹപരമായിട്ടുള്ള തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ അത് മാറും. ജോലി സംബന്ധമായ തടസ്സം, വിദേശയാത്രയ്ക്ക് തടസ്സമുണ്ടെങ്കിൽ അത് മാറും. ലോട്ടറി ഭാഗ്യം വന്നു ചേരും. ബിസിനസ് ചെയ്യുന്നവർക്ക് അപ്രതീക്ഷിത ലാഭമൊക്കെ ഉണ്ടാകും. കടങ്ങൾ ഉണ്ടെങ്കിൽ അത് വീട്ടാനായി സാധിക്കും. ഏത് പ്രശ്നത്തെയും ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ഏത് പ്രശ്നത്തെയും, സിംഹം എങ്ങനെയാണ്, ഏത് പ്രശ്നം വന്നാലും അത് ഓടിപ്പോകത്തില്ല. അത് അവിടെ നിന്ന് സധൈര്യം നേരിടും. അതേപോലെ തന്നെ നേരിടാനുള്ള ഒരു കരുത്ത് വ്യാഴം ഇവിടെ തരും. അപ്പോൾ ഭയവും ഉണ്ടാകുകയില്ല, ആശങ്കയും വന്നു ചേരുകയില്ല, ഏതിനെയും തിരിഞ്ഞോടുകയല്ല, ചങ്കുറപ്പോടുകൂടി നേരിടാനായിട്ട് സാധിക്കും. കാലാകാലങ്ങളാൽ അലട്ടിയിരുന്നതായ കണ്ണേറ് ദോഷമുണ്ട്, ശത്രുദോഷമുണ്ട്, കുടുംബ കലഹങ്ങൾ, ഇതിനൊക്കെയും ഒരു ശാന്തത തുടങ്ങിക്കഴിഞ്ഞു ഈ വിഷുവോടുകൂടി. ഇനി നമുക്ക് ഓരോ രാശിയായിട്ട് ഇതിനെ ഒന്ന് മനസ്സിലാക്കാം. അപ്പോൾ അശ്വതി, ഭരണി, കാർത്തിക മേടം രാശിയാണ്. മേടം രാശിക്കാർക്ക് അത്ഭുതങ്ങളുടെ കാലമാണ് വിഷുക്കാലം മുതൽ, ഇന്നലെ മുതൽ തുടങ്ങിയിരിക്കുന്നത്. പ്രമോഷൻ, ജോലിയുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നതാണ്. ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക് അനുകൂലമായ മറുപടികൾ, ഉത്തരവുകൾ വന്നു ചേരും. എന്ത് കാര്യം, അതായത് വ്യവഹാരം എന്ന് പറയും, എന്ത് വ്യവഹാരങ്ങൾ, ഏത് കാര്യത്തിൽ ഏർപ്പെട്ടാലും വിജയമുണ്ടാകും. ദേഷ്യം ഒന്ന് നിയന്ത്രിക്കണം. ഈ സമയത്ത് അല്പം എടുത്തുചാട്ടം, മുൻകോപമൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിയന്ത്രിക്കാൻ എന്താണ് ചെയ്യേണ്ടത്? ഒന്ന് തണുപ്പുണ്ടാകണം. ഇപ്പൊ ചൂടുകാലം കൂടിയാണ് സത്യം. അതല്ലാതെ ഈ ദേഷ്യത്തെ തണുപ്പിക്കാൻ നമ്മൾ ചെയ്യേണ്ടത്, തിങ്കളാഴ്ചകളിൽ അടുത്ത ശിവക്ഷേത്രം ഉണ്ടല്ലോ, അവിടെ പോയി ശിവഭഗവാന് ഒരു കൂവളമാലയെ സമർപ്പിച്ച് നിങ്ങളുടെ പേരും നാളും പറഞ്ഞ് ഒരു ജലധാര കൂടി കഴിപ്പിക്കുക. ഇത്രമാത്രം ചെയ്താൽ മതി. മകീരം, തിരുവാതിര, പുണർദം നക്ഷത്രക്കാർക്ക് ഇവിടെ പ്രതിസന്ധികളുടെ ഒരു കാലമായിരുന്നു. ഒരു നീണ്ട ഘോഷയാത്ര തന്നെയായിരുന്നു. അത് കഴിഞ്ഞു. മനസ്സിൽ കൊണ്ടു നടക്കുന്നതായ ആഗ്രഹങ്ങളുണ്ട്. ഇനി അതൊക്കെ സഫലീകൃതമാകുന്നതാണ്.
വിദ്യാർത്ഥികൾക്ക് ഉന്നത വിജയം ഒക്കെ വന്നു ചേരും. പ്രണയ വിവാഹം നടക്കാനൊക്കെ സാധ്യത കൂടുതലാണ്. ശുഭകരമായി തന്നെ അത് നടന്നു കിട്ടുകയും ചെയ്യും. നിങ്ങൾ ഹനുമാൻ സ്വാമിയെയാണ് ഈ ഒരു സമയത്ത് പ്രാർത്ഥിക്കേണ്ടത്. ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൽ പോയി വടമാല സമർപ്പിക്കുന്നത് അത് ശത്രുതാപരമായി നിങ്ങളെ ആര് നോക്കുന്നു വേദനിപ്പിക്കുന്നു അവർക്കുള്ള തിരിച്ചടി ഭഗവാൻ തന്നെ കൊടുത്തുകൊള്ളും. ശത്രുഹാനി ശത്രുദോഷം ആര് ചെയ്തിട്ടുണ്ടെങ്കിലും അതൊക്കെ മാറി ആ ഒരു ഭാഗം ക്ലിയറായി കിട്ടുന്നതിനും അതേപോലെ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ശത്രുദോഷം കൊണ്ട് തടസ്സപ്പെടുന്നതായിട്ടുള്ള കാര്യങ്ങൾ പോലും ഭഗവാന്റെ അനുഗ്രഹത്താൽ തടസ്സങ്ങൾ നീങ്ങി ഭാഗ്യമായി മാറും. മകം പൂര ഉത്രം ചിങ്ങം രാശി. ചിങ്ങം രാശിക്കാർക്ക് ഒരു പുരോഗതിയുടെ സമയം തന്നെയാണിത്. ബിസിനസ് ഒക്കെ വികസിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടാകുമല്ലോ. ചെറിയ തോതിലുള്ള ബിസിനസ് ആകാം, വലുതാകാം. അതൊന്നുകൂടി വിപുലീകരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു, ഒന്നുകൂടി ഡെവലപ്പ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് നല്ല സമയമാണ്. വരുമാന മാർഗങ്ങളൊക്കെ തുറക്കും. കുടുംബത്തിൽ സന്തോഷം, ഐക്യം എന്നിവ വന്നു ചേരും. ആരോഗ്യ പ്രശ്നങ്ങളാൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് അതിൽ നിന്ന് മാറ്റമുണ്ടാകും. നിങ്ങൾ സുബ്രഹ്മണ്യ ക്ഷേത്ര ദർശനമൊക്കെ നടത്തണം. പഞ്ചാമൃതം വഴിപാട് നടത്തുന്നതൊക്കെ വളരെ നല്ല ഒരു മാറ്റത്തിന് സഹായകമാകുന്നതാണ്. ഇനി മൂലം, പൂരാടം, ഉത്രാടം ധനുരാശിക്കാരുടെ കാര്യത്തിലേക്ക് വന്നാൽ സാമ്പത്തിക അഭിവൃദ്ധിയാണ് ഈ ഒരു കാലഘട്ടം നിങ്ങളെ തേടിയെത്തുന്നത്. കിട്ടാനുള്ള കടമൊക്കെ തിരികെ കിട്ടും. അല്ലെങ്കിൽ ഏതെങ്കിലും വിധേന പണം തടസ്സപ്പെട്ടിരിക്കുന്നുണ്ട്, നിങ്ങളിലേക്ക് എത്തേണ്ട ധനമാണ്, അത് ഏതെങ്കിലും വിധേന തടസ്സപ്പെട്ടിരിക്കുന്നുണ്ടെങ്കിൽ ആ തടസ്സമൊക്കെ മാറും. ഭൂമി ഇടപാടുകളൊക്കെ ലാഭകരമാകും. വിൽക്കലോ വാങ്ങലോ ആഗ്രഹിക്കുന്നവർക്കും ലാഭകരമായി കാര്യങ്ങൾ നടക്കും. ഗൃഹത്തിൽ മംഗളകർമ്മങ്ങളൊക്കെ നടത്തിക്കാനുള്ള ഒരു യോഗം വന്നു ചേരുന്നുണ്ട്. നിങ്ങൾ വിഷ്ണു ഭഗവാനെയാണ് പ്രാർത്ഥിക്കേണ്ടത്. അറിയാലോ, വ്യാഴാഴ്ച ദിവസമാണ്. അവിടെ വിഷ്ണു ഭഗവാനെ ചെന്ന് കണ്ട് നെയ്വിളക്ക് സമർപ്പിച്ച് നെയ്വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിച്ചാൽ മതി. അതേപോലെ നവഗ്രഹ പ്രീതി കൂടി നേടണം. നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ പ്രാർത്ഥിക്കുക. എല്ലാവിധ ബുദ്ധിമുട്ടുകളും ശമിക്കുന്ന ഒരു സമയമായതിനാൽ ഈ പ്രാർത്ഥനകൾ ഇരട്ടി ഫലവും നേട്ടവും നിങ്ങൾക്ക് നൽകുന്നതാണ്. പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി മീനം രാശിക്കാർക്കും ദോഷകാലമൊക്കെ അവസാനിച്ചിട്ടുണ്ട്. മാനസിക സമ്മർദ്ദങ്ങൾ ഒരുപാടൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ മാറി പതിയെ പതിയെ സമാധാനത്തിലേക്ക് എത്തിച്ചേരും. വിദേശ യാത്രയ്ക്കുള്ള തടസ്സം മാറി യോഗം തെളിയും. സന്താന ഭാഗ്യം ആഗ്രഹിക്കുന്നവർക്കും അനുകൂലമായ സമയമാണ്. പരിഹാരം കൂടി ചെയ്യേണ്ടതുണ്ട്. ദുർഗാക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലി നടത്തുക. കൂടാതെ ശിവക്ഷേത്ര ദർശനവും അനിവാര്യമാണ്. ശിവക്ഷേത്ര ദർശനം നടത്തി ഭഗവാൻ ശിവന് പിൻവിളക്ക് കത്തിക്കുന്നത് വളരെയേറെ ഉത്തമമായിരിക്കും. അപ്പോൾ ഇവിടെ ഈ പറഞ്ഞിരിക്കുന്ന നക്ഷത്രക്കാർക്ക് വിഷു മുതൽ ഒരു വലിയ മാറ്റത്തിന്റെ സമയമാണ് തുടങ്ങിയിരിക്കുന്നത്. ഇത് രാജയോഗ ഫലങ്ങളാണ്, തുല്യമായ ഫലങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് തരുന്നത്. അത്രത്തോളം നേട്ടമായ സമയമാണ്. അപ്പോൾ ഇവിടെ പ്രാർത്ഥനയും അതേപോലെ വേണം, അതേപോലെ കർമ്മവും ഒരുപോലെ കൊണ്ടുപോയാൽ മാത്രമേ ഇതിന്റെ പൂർണ്ണമായ ഫലങ്ങൾ കിട്ടുകയുള്ളൂ. വ്യാഴാഴ്ച ദിവസം അടുത്തുള്ള വിഷ്ണു ക്ഷേത്ര ദർശനം നടത്താനും വ്യാഴാഴ്ച വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നതിനോടൊപ്പം തന്നെ ആർക്കെങ്കിലും കടല ദാനം ചെയ്യാനായിട്ട് സാധിക്കുന്നത് വളരെ ഉത്തമമായിരിക്കും. പിന്നെ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ മഞ്ഞ വസ്ത്രം ധരിച്ചു പോകാൻ കഴിഞ്ഞാൽ ഉത്തമമാണ്. അതല്ല, മഞ്ഞ വസ്ത്രം ധരിക്കാൻ ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ വസ്ത്രം ഇല്ല ആ നിറത്തിലുള്ളതെങ്കിൽ മഞ്ഞ തൂവാലയായാലും മതി, നിങ്ങളുടെ കയ്യിൽ പേഴ്സിൽ കരുതിയിരുന്നാൽ മതി, അതിന്റെ ഭാഗ്യം ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഓർക്കേണ്ട ഒരു കാര്യം വീണ്ടും പറയുന്നു, ഗ്രഹങ്ങൾ വഴികാട്ടുകയാണ് ചെയ്യുന്നത്. നടക്കേണ്ടത് നമ്മളാണ്. അവർ നമ്മളെ പിടിച്ച് നടത്തത്തില്ല, ആ വഴി കാട്ടിത്തരും. ഗ്രഹങ്ങളുടെ ഈ മാറ്റം ഞങ്ങൾ ജ്യോതിഷികൾ നിങ്ങളിലേക്ക് അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. പരിഹാരങ്ങൾ കൂടി പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഇതിനനുസരിച്ച് നിങ്ങൾ കർമ്മം ചെയ്യുക. ഒപ്പം ഈ പരിഹാരങ്ങൾ കൂടി ചെയ്ത് പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോവുകയാണെങ്കിൽ 100% ഫലം വരും എന്ന് പറയുന്നില്ല, ഒരു 80% എങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ശാന്തവും സന്തോഷകരവുമായ ജീവിതം നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും എന്ന് ഉറപ്പു തരുന്നു. അപ്പോൾ ഏവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു. നന്ദി.